ഇപ്പോഴെങ്കിലും ഇത് നേരത്തെ എഴുതിയാൽ നല്ല എനർജി ടൈപ്പാണ്. അതുകൊണ്ടാണ് നല്ല എനർജി ഉള്ള ടൈപ്പാണ്. എഴുതിയാൽ ശരിക്കും തിരിയും. ഇനിയുള്ള സാധനം ഞാൻ സ്പീഡിലാണ് പോകും. ഇനിയുള്ള ക്ലാസ് ഫാസ്റ്റ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നിങ്ങൾക്ക് ആ സ്വപ്നം വന്നാൽ നല്ലൊരു കൈ അടിച്ചാണ് നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ നടക്കണേ എന്നുള്ള നല്ലൊരു കൈ അടിക്കുള്ളൂ. ഇനി നമുക്ക് ആ സ്ലൈഡിലെ അടുത്ത വരിയിലാണ്. ഈ സ്വപ്നമൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് നടക്കേണ്ടത് ഏതാണ്? ഒന്ന് വായിച്ചു നോക്കണേ. ബിലീഫ് അല്ലേ? എന്താ ബിലീഫ് എന്ന് പറഞ്ഞാല്? വിശ്വാസം. അതല്ലേ? അതുണ്ടോ? വിശ്വാസത്തിന്റെ മുന്നിൽ എന്തില്ല? കുറച്ച് വിശ്വാസം കൂടി കുറവുണ്ട്. അങ്ങനെ ഉണ്ടാവും. ചില കാര്യം എന്താ പറയും, സാർ മൈൻഡൊക്കെ കുറച്ച് വിശ്വാസം കൂടി കുറവില്ലേ? അതൊക്കെ ശരിയാവില്ലേ? അല്ലേ? ശരിയാവില്ലേ? കുറച്ച് ഒത്തിരി കുറവുള്ളൂ. ഒരു ഇത്തിരി മൈൻഡൊക്കെ കുറവുള്ള ആൾക്കാരുടെ കൈവയ്ക്കുക മരുന്ന് കൂടി പറഞ്ഞുതരാം. ഒരു ഇത്തിരി കുറവുള്ള ആൾക്കാരെ ഒരു ഇത്തിരി മൈൻഡൊക്കെ കൂടി കുറവുണ്ട്. ബാക്കി ഞാൻ സീരിയസ്ലി ഞാൻ ഇറങ്ങും സാറേ. പക്ഷെ എനിക്ക് എന്തുണ്ട്, മൈ ലൈഫ് ഞാൻ ചെയ്താല് ഞാൻ എത്തൂലേ ഇത്തിരി വിശ്വാസം കൂടി കുറവുണ്ട്. അങ്ങനെ തോന്നാൻ കൈവയ്ക്കുക മരുന്നൊന്നുമില്ല. ആ ഡോളർ തോന്നിട്ട് ചെവിന്റെ കൊള്ളോട് ചേർത്ത് പൊയ്ക്കാമെന്ന് പറയും. വേറെ മരുന്നൊന്നും. വിശ്വാസത്തുമ്മൽ ഒരു ഇത്തിരി ഗ്യാരണ്ടി കുറക്കാൻ പറ്റൂല. നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ ഭാര്യയോ ഭർത്താവിനെയോ ഒരു ഇത്തിരി സംശയിച്ചു നോക്കണേ. എന്റെ ഭാര്യ എനിക്ക് 99% ഉറപ്പാണ്. 1% അടിയോടെ അടി കൂടുതൽ പേരന്റെ ബാധത് ഒഹദ് ഹന്ദക്ക് ഒരുമിച്ച് നടക്കും. എന്താ കാരണം? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒറ്റ ഗ്രാഫേ ഉള്ളൂ 100%. ക്ലിയർ ആണോ? അല്ലേ? നിങ്ങൾക്ക് മൈ ലൈഫ് ആയാലും ശരി, ചെയ്യുന്ന ഡ്രീം എന്താവട്ടെ, കർമ്മം എന്താവട്ടെ, വാട്ട് എവർ ദാറ്റ് യു ആർ ഗോയിങ് ടു ഡു ഓർ വാട്ട് എവർ യു ആർ ഗോയിങ് ടു അച്ചീവ് ടു ഏൺ, യു മസ്റ്റ് ടേക്ക് ദ 100% ബിലീഫ്. റൈറ്റ്? അപ്പൊ നിർബന്ധമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ബിലീഫ് എന്താണ്? ബിലീഫ് അല്ല ശരിക്കും ഫെയ്ത്ത് എന്നാ പറയാ. അന്നത്തെ വിശ്വാസത്തിന് എന്താണ് ഈ ബിലീഫ് ഉണ്ടായുള്ള സുഖം? ഒന്ന്, അറൗസസ് പോസിറ്റീവ് ഇമോഷൻ. എപ്പോഴും ആണ് പോസിറ്റീവ് ആയിരിക്കും. നമുക്ക് വിശ്വാസം വന്നാൽ നമുക്ക് എപ്പോഴും എന്തുണ്ടാവും? പോസിറ്റീവ് എനർജി ഉണ്ടാകും. വിശ്വാസം എപ്പോഴെങ്കിലും കണ്ടായി നമ്മൾ എന്താവും? നെഗറ്റീവ് എനർജി ആവും. ഞാൻ മീറ്റിങ്ങിന് എന്താണ് എനിക്ക് ഭയങ്കര മഴ, അന്നേരത്ത് തോന്നാത്ത മഴയും അതുപോലെ തന്നെ ചിന്തിക്കാൻ പറ്റാത്ത വയറുവേദനയൊക്കെ വരും. മനസ്സിലായില്ല? വെറുതെ വയറുവേദനയൊക്കെ വരും. നോക്കൂ, നിങ്ങൾ പോസിറ്റീവ് ഇമോഷൻസ് വേണോ? നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ബിലീഫ്, ഫെയ്ത്ത്, സെൽഫ് കോൺഫിഡൻസ് കറക്റ്റ് ആയിരിക്കണം. ഫെസിലിറ്റേറ്റ്സ് ദ കോൺസെൻട്രേഷൻ. നമ്മളുടെ കോൺസെൻട്രേഷൻ എപ്പോഴും വിശാലമായി നിൽക്കുന്നുണ്ടാകും. അഫക്ട് ദ സെറ്റിംഗ് ആൻഡ് ദ പെർസ്യൂട്ട് ഓഫ് ദ ചലഞ്ചിങ് ഗോൾസ്. നമ്മുടെ മുന്നിൽ വരുന്ന എന്ത് പ്രതിസന്ധിയാണെന്നുണ്ടെങ്കിലും ശരി, അതിനെ മറികടക്കാൻ ഒരു ധൈര്യമാകും. ഇൻക്രീസസ് എഫർട്ട്. നമ്മൾ എടുക്കുന്ന എഫർട്ട് നല്ല കൂടി വരും. എപ്പോഴാണ് എഫർട്ട് കൂടല്? വിശ്വാസം കൂടിയാലല്ലേ നമ്മൾ ഉഷാറായിട്ട് ചെയ്യല്. ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യല്? കുറച്ച് അങ്ങോട്ട് പോകും, പിന്നെ ഇനിയിപ്പോ പ്ലാൻ കൊടുക്കാൻ പോയി കാര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കും? ക്ലോക്ക് നോക്കിയിട്ട് ഇപ്പൊ തന്നെ 5 മണിക്കണം, ഞാൻ അവിടെ പോയി 6 മണിക്ക് പ്ലാൻ കൊടുത്ത് 7 മണിക്ക് തീർന്ന് പിന്നെ തിരിച്ചു വരുന്ന സമയത്ത് കോഴിക്കോടൊന്നും പിടിച്ചിട്ടുണ്ടാവില്ല, കന്നുകാലിനെ കെട്ടിയിട്ടുണ്ടാവില്ല, കുഞ്ഞോട് ക്ലാസ് ഒന്ന് വന്നിട്ടാണ്ട് അങ്ങനെ ആലോചിച്ചാൽ തിരിച്ചു വരും. ഇത് വിശ്വാസം ഉണ്ടെങ്കിലോ കന്നുകാലി ചാവട്ടെ, കോഴി മാണങ്ങൻ കയറട്ടെ, ഇതൊന്നും എന്റെ വിഷയമല്ല. ഇതിന്റെ അറ്റം കണ്ടിട്ട് പ്ലാൻ കൊടുത്ത പൈസ ഇല്ല ഞാൻ വരും. എസോർണോ? അപ്പൊ നമ്മളെ എഫർട്ട് കൂടുതൽ എപ്പോഴാ? വിശ്വാസം വന്നാല്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ വിശ്വാസത്തിൽ വല്ല കുറവുണ്ടോ അത് ശരിയാക്കണം. കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അഫക്ട്സ് ഗെയിം സ്ട്രാറ്റജീസ്, പ്ലേ വിൻ ടു വേഴ്സസ് പ്ലേ ടു ലൂസ്. അത് വലിയൊരു സയൻസ് ആയത്. അതായത് പ്ലേ ടു വിൻ എന്ന് പറഞ്ഞൊരു സയൻസ് ഉണ്ട്. പ്ലേ ടു വിൻ. വെൻ യു പ്ലേ വെൽ, സയൻസ് ഇങ്ങനെ പറയുന്നത്, അതിന്റെ ഇംഗ്ലീഷിൽ പെട്ടെന്ന് പറഞ്ഞു പോയി, സ്പീഡിൽ സംസാരിച്ചു പോയി. ആശയം ഇതാണ് പറയുന്നത്, യു പ്ലേ വെൽ യു വിൻ. When you win, അല്ലെങ്കിൽ you will be succeed. When you be succeed, you can play well. അങ്ങനെ പറയുന്ന സയൻസ് ഉണ്ട്. ആശയം ഇത്രയേ ഉള്ളൂ. നീ നന്നായി കളിക്കുന്തോറും നീ വിജയിച്ചുകൊണ്ടേയിരിക്കും. നീ വിജയിക്കുന്തോറും നിന്റെ കളി നന്നായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എന്താണ്, ഇതൊരു ലോങ് ടൈം പ്രോസസ്സാണ്. നന്നായി കളിക്കുക, നന്നായി വിജയിക്കുക, വീണ്ടും നന്നായി കളിക്കുക, നന്നായി വിജയിക്കുക, നന്നായി വിജയിച്ചാൽ നന്നായി കളിക്കും, നന്നായി കളിച്ചാൽ നന്നായി വിജയിക്കും. അങ്ങനെ വിജയത്തിന്റെ സർക്കിൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ് പറയുന്നത്. അഫക്ട്സ് സൈക്കോളജിക്കൽ മൊമെന്റം. നമ്മളുടെ സൈക്കോളജിയിലെ മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും. നമ്മളുടെ വിശ്വാസത്തിന് സഹായിക്കും. നല്ല മൊമെന്റം. എന്താ മൊമെന്റം എന്ന് പറഞ്ഞാല് ഒരു ഡബിൾ പവർ ഒരു കാര്യം ചെയ്യുന്നതാണ് ഇത്. അതായത് മാസിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ശരിക്കും മൊമെന്റം. അതിന്റെ സയൻസ് ഇംഗ്ലീഷ് ഒക്കെ അതാണ്. പക്ഷെ ആശയത്തിൽ പറഞ്ഞാല് ഒരു സ്പെഷ്യൽ എനർജിയാണ്. അല്ലെ? എല്ലാരും കൂടെ ഒത്തുപിടിച്ചാൽ മലയും പോലും ആണോ? അല്ലെ? അത് മൊമെന്റം ആണ്.
ഒത്തുപിടിച്ചാൽ മലയും പോരുന്നത് എന്താണ്? മൊമെന്റമാണ്. അതല്ലെങ്കിൽ ഉദാഹരണമായിട്ട് നമ്മൾ കണ്ടു പണ്ട് ഏതോ ഒരു കുട്ടിയുടെ ദേഹത്തേക്ക് ഒരു അലമാര വിടുകയോ അങ്ങനെ എന്തോ ചെയ്ത സമയത്ത് ഒരു അമ്മച്ചി ഓടി വന്ന് കണ്ട് ആ അലമാര താങ്ങി പിടിച്ച് കുട്ടിയെ രക്ഷിക്കുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു. ക്ലിയർ ആണ്? ഏതൊരു CC ക്യാമറയിൽ പതിഞ്ഞത്. ലാസ്റ്റ് അതിന്റെ സയൻസ് അന്വേഷിച്ചു പോയ സമയത്ത് അമ്മയുടെ കിലോ ആകെ 60 ഉള്ളൂ, അലമാരയുടെ കിലോ 400 മേലെയുണ്ട്. 400 ചില്ലാൻ മേലെ കിലോ ഉള്ള ആ അലമാര തടുത്തത് അമ്മയാണ്. കാരണം എന്താ? ആ കടന്നതിന്റെ കുട്ടി അതിന്റെ മേലെ വെക്കരുത്. ഒരു മൊമെന്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഒരു എനർജി ഉണ്ട്, പൊന്താണ്ട്. ഈ സാധനം നിങ്ങളെ ബാക്കിലുണ്ട്, ഉണ്ടോ ഇല്ലേ? നിങ്ങളുടെ ഹൃദയത്തിലുണ്ട്. മുട്ടുംകാൽ ഒടുങ്ങി കിടക്കുന്നവനും ഓടും, ഇറങ്ങില് പുലിയെ കടിച്ചാൽ മുട്ടാൻ മതി, ആണോ അല്ലേ? ഇതേമാതിരി നിങ്ങളെന്താ ഓടാത്തതല്ലോ, നിങ്ങളെ ബാക്കില് പുലി ഇല്ല, അതാ പ്രശ്നം. മനസ്സിലായി? എന്തിനാ ചെയ്യുന്നത്? ആര് പറഞ്ഞ് അഥവാ ഇവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്നുള്ള പോക്കാണിത്. ആ ബിരിയാണി നിങ്ങൾ തിന്നൂല, ആണ് പറ്റിച്ചാണ്. വിശ്വാസം കത്തി നിൽക്കുന്നുണ്ടോ? യു ഗെറ്റ് വാട്ട് യു വാണ്ട്. അഫക്ട്സ് പെർഫോമൻസ്. നിങ്ങളെ പെർഫോമൻസിനെ നന്നായിട്ട് ബാധിക്കും. ഏത്? വിശ്വാസം. ഇന്ന് കിടിലം പെർഫോമൻസ് നിങ്ങൾക്ക് വേണോ? നിങ്ങൾ എന്ത് കൂട്ടണം? നിങ്ങളെ വിശ്വാസം കൂട്ടണം. അതുകൊണ്ട് ബിലീവ് ഇൻ യുവർസെൽഫ്. ആദ്യം വിശ്വസിക്കേണ്ടത് ആരെയാണ്? നിങ്ങളെയാണ് വിശ്വസിക്കേണ്ടത്, ആണോ അല്ലേ? അല്ലേ? ആരാ ഞാന്? നിങ്ങളെങ്കിലും വിശ്വസിക്കാൻ തന്നെ എന്താ അല്ലേ? മിസ്റ്റർ മുബീൻ സാർ പറഞ്ഞു അഹം ബ്രഹ്മാസ്മി അല്ലേ? പറഞ്ഞു ഓർക്കുന്നുണ്ടാവും നിങ്ങൾ അന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? ശബരിമല പോയ ആൾക്കാരെ യോഗിയാണ്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? കയറി ചെല്ലുമ്പോ തത്വമസി. എന്താ തത്വമസി എന്ന് പറഞ്ഞാല്? തത് അഹം അല്ലെ? തത്വം അസി എന്ന് പറഞ്ഞാല് അയ്യപ്പൻ സ്വാമിജിയെ കാണാൻ ചെന്ന സമയത്ത് സ്വാമിജി അയ്യപ്പനോട് പറയുന്നു, നീ എന്നെ തേടിയാണ് വന്നതെങ്കിൽ ഞാൻ തന്നെയാണ് നീ. നീ ആരെ തേടിയാണോ വന്നത് അതന്നെയാണ് നീ. അതുകൊണ്ട് ഞാൻ നിൽക്കുന്നത് എവിടെയാണ്? നിന്നിലാണ്. അല്ലാതെ ഞാൻ വേറെയും നീ വേറെയും അല്ല. അപ്പൊ നമുക്കുള്ളിൽ തന്നെയാണ് ആരുള്ളത്? ദൈവമുള്ളത്. ആ ശക്തി ഉണ്ടെങ്കിൽ എന്ന് പറയുന്ന വാക്കിനർത്ഥം മനസ്സിലാകും. നമുക്കുള്ളിൽ തന്നെയാണ് ആരുള്ളത്? ഈ ദൈവം ഉള്ളത്. നമ്മൾ തന്നെയാ ദൈവം. ആ ദൈവത്തിന്റെ ആസ്തിക്യത്തെ അതല്ലെങ്കിൽ അതിന്റെ അനുഭൂതിയെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നോ എനി പവർ ക്യാൻ സ്റ്റോപ്പ് us. ലോകത്ത് ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാനാകില്ല. അതാ നിങ്ങൾ തിരിച്ചറിയും അല്ലെ? ആത്മവിശ്വാസം വേണം അല്ലെ? പറയാറില്ലേ ആത്മവിശ്വാസം വേണ്ടേ സാറേ? എന്താ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ? കോൺഫിഡൻസ്. ആത്മവിശ്വാസം, കോൺഫിഡൻസ്. വേറെ എന്തെങ്കിലും പറയാനുള്ള കാര്യം? ആത്മവിശ്വാസം മോളും എന്തെങ്കിലും ചേച്ചി? ആത്മവിശ്വാസം സാർ പറയണോ എന്തെങ്കിലും? ആത്മവിശ്വാസം എന്താ? ആത്മവിശ്വാസം ആത്മാവിലുള്ള വിശ്വാസം. വാട്ട് ഈസ് ആത്മാവ്? ദേഹമല്ല ദേഹി, ദേഹിയല്ല ദേഹം. ദേഹം എന്ന് പറയുന്നത് ദേഹി എന്ന് രണ്ടും വേറെയാ. ദേഹം എന്നത് കൂടാണ്, ദേഹിയാണ് യഥാർത്ഥ മനുഷ്യന്. ഈ കാണുന്ന ഇസ്മായിൽ അല്ലടോ ഇസ്മായിൽ, ഇതിന്റെ അകത്ത് വേറൊരു ഇസ്മായിൽ ഉണ്ട്. അതാണ് എന്റെ ആത്മാവ്. ആ ആത്മാവിലെ വിശ്വാസം അതാണ് സ്പിരിറ്റ്, അതാണ് ദൈവം, അതാണ് ദൈവത്തിന്റെ അംശം. സോ നിങ്ങളീ കാണുന്ന ഞാനല്ല ഞാൻ. മനസ്സിലായോ? അപ്പൊ ഈ ഇരിക്കണം നിങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിൽ വേറൊരു സാധനം ഉണ്ട്. അത് തിരണെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ ട്രെയിനിങ് നടത്തുമ്പോൾ അന്ന് വരുള്ളൂ. നല്ല ഫീസ് വാങ്ങും. സോ സീരിയസ്ലി പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. വിത്ത് കോൺഫിഡൻസ് യു ഹാവ് വോൺ ബിഫോർ യു ഹാവ് സ്റ്റാർട്ടഡ്. നല്ല ധൈര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പൗതി ജയിച്ചിരിക്കണം. മനസ്സിലായോ? അപ്പൊ ഒരു മനുഷ്യന്റെ ജയം തീരുമാനിക്കുന്നത് ഈ പ്രശ്നം കഴിഞ്ഞിട്ടല്ല, പ്രശ്നം തുടങ്ങുന്നതിന് മുന്നെയാണ്. മൈ ലൈഫ് കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞിട്ടല്ല നിങ്ങൾ ITC ആവലെ. ITC ആവല ആരാ? മൈ ലൈഫ് ID അടിച്ചപ്പോ തന്നെ മൈൻഡ് എന്തായാണ്? ITC ആയവരാണ്. അതുകൊണ്ടാണ് ലോകം എന്ന് പറയുന്നത് the battle will not be win on the battlefield. യുദ്ധം ചെയ്യുന്നത് എവിടെയല്ല? യുദ്ധകളത്തിലല്ല. The battle is really wins on the table of the king. രാജാവിന്റെ മേശപ്പുറത്താണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? യുദ്ധം. അതായത് നാളെ പോകാവുന്ന യുദ്ധം ഇന്നത്, നാളെ നിൽക്കുന്ന അടവിത് തടവിത് പ്ലാൻ ഇത് എന്ന് പറഞ്ഞിട്ട് യുദ്ധതന്ത്രജ്ഞനും രാഷ്ട്രതന്ത്രജ്ഞന്മാരും രാജപ്രമുഖന്മാരും മന്ത്രിമാരും അതുപോലെ പട്ടാളവും ഇരുന്നിട്ട് പ്ലാൻ ചെയ്യുന്ന പ്ലാൻ ഉണ്ടല്ലോ, ബാഹുബലിയും കട്ടപ്പയുമുള്ള പ്ലാൻ ഉണ്ടല്ലോ, അതാ ശരിക്കും യുദ്ധത്തിന്റെ വിജയം. അല്ലാതെ രണ്ടാമത്തെ വിജയമാണ് എവിടെ നടക്കുന്നത്? ബാറ്റിൽ ഫീൽഡ് നടക്കുന്നത്. അതുകൊണ്ട് if you are an ITC now itself, when you are sitting on your seat, if you are a diamond, you can be a diamond. നിങ്ങൾ യുദ്ധത്തിലെ ഡയമണ്ട് ആവുന്നത്
നിങ്ങളെ ചിന്തയിൽ ഡയമണ്ട് ആവണം, നിങ്ങളെ നടത്തത്തിൽ ഡയമണ്ട് ആവണം. ഞാൻ എന്നോ ക്രൗൺ പാസ്റ്ററാ, ഞാൻ ആ ഓണി തേക്കാനുള്ള പാച്ചിലാണ്, അത്രേ ഉള്ളൂ. ഞാനത് ഹൈക്കുന്നത്, ഞാൻ എന്നോ ഹൈക്കുന്നത്, ഞാൻ ആ പിരാന്ത് എന്നോ തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും ടോപ്പിൽ ഞാൻ നിൽക്കണം. ഇൻഷാ അല്ലാഹ് ഉള്ള യാത്രയിലാണ്. നിങ്ങൾ റെഡി ഉണ്ടോ? എന്നാ ഈ സാധനം മനസ്സിലാക്കിക്കോ. വിത്ത് കോൺഫിഡൻസ് നിങ്ങളെ വിജയത്തിന്റെ പകുതി കഴിഞ്ഞു. ബിലീവ് ഇൻ യുവർസെൽഫ് ഈസ് ദ ഫസ്റ്റ് സീക്രട്ട് ടു സക്സസ്. നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കലാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ സക്സസ്. കാര്യം നിങ്ങൾ നിങ്ങളെ വിശ്വസിച്ചില്ലെങ്കിൽ ലോകത്ത് ഒരു മനുഷ്യനെ നിങ്ങളെ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് 2 കിട്ടുമെന്ന് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ മറ്റൊരാളോട് പറയാൻ പറ്റും? നിങ്ങൾക്കുള്ളതല്ലേ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? എന്റെ കയ്യിൽ 10 മാങ്ങയുണ്ടെങ്കിൽ എനിക്ക് 10 മാങ്ങ നിങ്ങൾക്ക് തരാം, ആണോ അല്ലേ? ഈ 10 മാങ്ങയില്ലാത്ത ഞാൻ, എന്റെ കയ്യിൽ ആകെ ഒരു സിംഗിൾ മാംഗോ മാത്രമേ ഉള്ളൂ. അങ്ങനെ നിൽക്കുന്ന ഞാൻ എങ്ങനെ അവസരത്ത് 10 മാങ്ങ കൊടുക്കൽ പറ്റുമോ? ഇവിടെ നമുക്ക് കോൺഫിഡൻസ് ഇല്ല. ആഴ്ചയിൽ 2-10 കിട്ടുമെന്ന് എനിക്കെന്ന് ഉറപ്പില്ല. പക്ഷെ നമ്മള് പ്ലാനിൽ കട്ടി കൂട്ടിയിട്ട് പറയുന്നത് 2-10 ഉറപ്പായിട്ടും എന്നെ തേടി വരും. എന്റെ അനക്ക വിശ്വാസം ഇല്ലേ? കിട്ടിയില്ലെങ്കിൽ നോ പ്രോബ്ലം, ബട്ട് ഡു യു ഹാവ് ദ കോൺഫിഡൻസ് ആൻഡ് ബിലീഫ്? നിനക്ക് ആ വിശ്വാസം ഉണ്ടോ? അതുകൊണ്ട് നിന്നെ നീ വിശ്വസിക്കുക. ഇതാണ് ശരാശരി നമ്മളുടെ എന്താ പറയാ ഒരു സക്സസിന്റെ ട്രാക്ക് എന്ന് പറയുന്നത്. ഐ ക്യാൻ എന്നതിൽ നിന്നൊരു ചാട്ടം, ഡു ഇറ്റ്, അത് ചെയ്യുക. അങ്ങനെ ചാടുന്ന സമയത്ത് ഐ കോണ്ട്, കയ്യൂല എന്നുള്ളതാണ് ചാടികളും. ഇംപോസിബിൾ എന്ന് പറയുന്നത് അസാധ്യം എന്നാണ് അർത്ഥമെങ്കിൽ അതിൽ ഐയും എമ്മാണ്ട് പോയാൽ എന്തായി മാറിക്കോളും? പോസിബിൾ എന്നത് ബാക്കിയാവും. എന്താ ഇംപോസിബിൾ എന്ന് പറഞ്ഞാല്? അസാധ്യം. ഐ ആം പോസിബിൾ എന്ന് പറഞ്ഞാലോ എനിക്ക് സാധ്യം. രണ്ടും ഒന്നേനെയാണ്. നിങ്ങൾ എങ്ങനെ കണ്ടു എന്നുള്ളതാണ്. മനസ്സിലായോ? ആ സാധനത്തെ നിങ്ങൾ എങ്ങനെ കണ്ടു എന്നുള്ളത് എഴുതുമ്പോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രണ്ടും കാണാൻ പറ്റും, അല്ലെ? ഉദാഹരണമായിട്ട് പണ്ടിനോട് അങ്ങനെ ചോദിച്ചപ്പോ സാറ് നിങ്ങളെ പേരെന്താ? ഞാൻ പറഞ്ഞത് ഇസ്മൈൽ, അതാണ് എന്റെ പേര്. ഒരു സമയത്ത് നല്ല പുഞ്ചിരിയാണ്, ഐ സ്മൈൽ. ദാറ്റ് ഈസ് എന്താണ്? ഞാൻ പുഞ്ചിരിച്ചുകൊണ്ടാണ്. അപ്പൊ ഞാൻ എന്താണ്? സ്മൈൽ ആണ്. മറ്റൊന്ന് വേറെ ഒന്നുകൂടെ ഞാൻ ഈ സ്മൈൽ, ISMAIL, ആൺകുട്ടി. ഞാനൊരു ആൺകുട്ടിയെ വേണ്ടി വന്നാൽ ചൂടാകാൻ എനിക്കറിയാം. അതുകൊണ്ട് രണ്ടും ഞാൻ തന്നെയാണ്. പക്ഷെ ഞാൻ എന്റെ പേര് ഞാനത് കണ്ടു, ഞാൻ രണ്ടു കണ്ടു. നിങ്ങളെ പേര് നിങ്ങൾ കണ്ടോളി, ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് കണ്ടോളി. സോ സീരിയസ്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞ വേണ്ട എത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ എങ്ങനെയാണ് ഈ ബിസിനസിനെ കാണുന്നത്? ഇവിടെ നിങ്ങൾ ആലോചിക്കുക. ബിലീഫ് ഒന്ന് നിങ്ങൾക്ക് നിങ്ങളിലാണ്. രണ്ടാമത്തെ ബിലീഫ് എന്തിനാ വേണ്ടത്? കമ്പനിയിൽ വിശ്വാസം ഉള്ള ആൾക്കാരെ കൈയോഗിക്കാണ്. കമ്പനിയുടെ പേരെന്ന് പറഞ്ഞാണ് അല്ലെ? ഇതാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന കമ്പനി, ആണോ അല്ലേ? ഇനി നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന കമ്പനിക്ക് വേറൊരു പേരുണ്ട്. അറിയാം നിങ്ങൾക്ക്? ഞാനതല്ല ചെയ്യുന്നത്. നിങ്ങൾ മൈ ലൈഫ് ചെയ്യുന്നത് അല്ല, ഞാൻ മൈ ലൈഫ് അല്ലേ ചെയ്യുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടില്ല? കമ്പനി മാറിയത് അറിഞ്ഞിട്ടില്ലേ? എന്താ കഥ? ഞാൻ ചെയ്യുന്ന കമ്പനിയുടെ പേര് തന്നെ കേൾക്കണം. ഇസ്മായിൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ ചെയ്യുന്നത്. അതിന്റെ CEO ഞാൻ. അതുകൊണ്ട് എനിക്ക് അതിൽ ബേജാറുണ്ട്, ഈ കമ്പനി എവിടുക്കാ പോകണം എന്നുള്ളത്. നിങ്ങൾ മൈ ലൈഫ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബേജാറുണ്ടാവില്ല. കാരണം അതിന്റെ ഉത്തരവാദി ആയിട്ടിരിക്കുന്നത് പ്രവീൺ ചന്ദ്രൻ CS മാർക്കസോറൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾ ഹരാന്റെ കമ്പനിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് എവിടെ എത്താത്തത്. ഇനി നിങ്ങൾ ഇന്ന് ID മാറ്റി അടിച്ചാൽ പുതിയ കമ്പനി ചെയ്യാം. എന്താ കമ്പനിയുടെ പേര്? കേട്ടില്ല? ശശികടത്ത് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതാണ് കമ്പനിയുടെ പേര്. പ്രൈവറ്റ് ലിമിറ്റഡ്. ഇതല്ലാത്ത കമ്പനികൾ ചെയ്യട്ടെ. അതാണ് കമ്പനിയുടെ പേര്, അല്ലേ? എന്താണ് കമ്പനിയുടെ കമ്പനിയുടെ പേര്? മനസ്സിലായില്ല അല്ലേ? ഏതാണ് കമ്പനിയുടെ പേര്? ഏതാണ് കമ്പനിയുടെ പേര്? ഇങ്ങനെ ഒരു ബോധം നിങ്ങൾക്ക് വന്നാൽ ഈ കമ്പനിയിലേക്ക് ജയിക്കാം. നിങ്ങളിപ്പോ ചെയ്യുന്നത് ആരാന്റെ കമ്പനിയാണ്, അത് കുട്ടികളെ ഇപ്പൊ മനസ്സിലായത്. ഇവിടെ തങ്ങിയെന്നുള്ളത് എന്താ? ആരാന്റെ കമ്പനിയാണ്. പ്രശ്നം എന്താ? അതെ, ഏത് പ്രൊഡക്റ്റ് ഇറക്കിക്കോട്ടെ, മീറ്റിംഗ് മണങ്ങ വെച്ചോട്ടെ, GTS മണങ്ങ പോയിക്കോട്ടെ. കാരണം എന്തല്ല, നമ്മുടെ കമ്പനിയുടെ മീറ്റിംഗ് അല്ലല്ലോ. എന്നാണോ നിങ്ങളുടെ സെൽഫ് പ്രൈവറ്റഡ് ലിമിറ്റഡ് കമ്പനിയുടെ മീറ്റിംഗ് നിങ്ങൾ തിരിച്ചറിയുന്നത്, അന്ന് മീറ്റിംഗിലെത്തി നിങ്ങൾക്ക് ശ്വാസം കിട്ടും, അന്ന് ആള് വന്നിൽ നിങ്ങൾക്ക് ബേജാറാകും. സ്വർണ്ണോ? അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ കമ്പനിയിലും കമ്പനിയിലും നിങ്ങൾ വിശ്വസിക്കുക. ആ കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ മൈ ലൈഫ് സ്റ്റൈൽ എന്നതാണ്. ഇത് ഒരുപാട് വിശദീകരിക്കാനുള്ളതാണ്. ബിഗ്ഗസ്റ്റ് ആൻഡ് ഫാസ്റ്റസ്റ്റ് ഡാറ്റ സെല്ലിംഗ് കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ് ആൻഡ് എക്സ്പീരിയൻസ് വിഷണറി മാനേജ്മെന്റ് ആണ്. ഇതിലെ ഓരോ വരിയും ഒരു ദിവസത്തിൽ നിന്ന് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ പറയുന്നില്ല, നിങ്ങൾ ലീഡർമാർ ഇത് പറഞ്ഞാലും. എക്സലന്റ് ആണ്, യുണീക്ക് ആയ പ്രൊഡക്ട്സ് ആണ്. അൺപാരലൽ വിത്ത് ഹൈയസ്റ്റ് ആൻഡ് ഈസിയസ്റ്റ് ഇൻകം പ്ലാൻ, ഏറ്റവും ടോപ്പ് ഇൻകം പ്ലാൻ ആണ്. ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് ഇൻ അച്ചീവേഴ്സ് അറ്റ് ഷോർട്ട് ടൈം. ഈ 10-12 വർഷക്കാലം, ഒരു വ്യാഴവട്ടക്കാലത്തിനകത്ത് ഏറ്റവും വലിയ ഞെട്ടിപ്പിക്കുന്ന റെക്കോർഡ് ഇന്ത്യയിൽ അവകാശപ്പെടാൻ ഒരു കമ്പനിക്ക് സാധിക്കും. ദാറ്റ് ഈസ് MI ലൈഫ്സ്റ്റൈൽ. നമുക്കുള്ളൂ ഇന്റർനാഷണൽ സ്കോപ്പ് വിത്ത് യുണീക്ക്നെസ്. എന്താ യുണീക്ക്നെസ് എന്ന് പറഞ്ഞാൽ? ഒറ്റപ്പെട്ട സവിശേഷ ഗുണം, മറ്റൊരാൾക്കും
ഇല്ലാത്ത സവിശേഷ ഗുണം കൊണ്ട് ലോകത്തിന്റെ സ്കോപ്പ് പിടിച്ചു പറ്റിയ കമ്പനിയാണിത്. MI Lifestyle. More than 10 years without a single fault at any week. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 615 വീക്ക് കഴിഞ്ഞിട്ടും ഒറ്റ വീക്ക് പോലും ഒരു ഡിസ്ട്രിബ്യൂട്ടർക്കും പരാതിയില്ല എനിക്ക് വരുമാനം കിട്ടിയില്ലാണ്. സ്വർണ്ണോ അവിടെ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്ക്. ഇവിടെ സർക്കാരുകൾ പലത് വന്നു, കേരളം ഭരിച്ചു, ഇന്ത്യ ഭരിച്ചു, പല സർക്കാരുകൾ വന്നപ്പോഴും നമ്മൾ പ്ലാൻ കൊടുക്കുമ്പോ ഗവൺമെന്റ് ദിവസം എന്താ പറയല്, സാറേ ഞങ്ങളെ മാഷ്മാർക്ക് സാലറി കിട്ടിയിട്ട് 5 മാസമായി ആണോ അല്ലേ? KSRTC തൊഴിലാളികൾ എന്ത് പറയും, ഞങ്ങൾക്ക് സാലറി കിട്ടിയിട്ട് ഇത്രയായി അല്ലെ? വീട്ടിലെ മുത്തശ്ശനും മുത്തശ്ശിയും വെല്ലിമ്മയും എന്ത് പറയും, ഞങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ട് എത്ര കൊല്ലായി, ഇത് കഴിഞ്ഞാൽ കിട്ടുമോന്ന് അറിയില്ല, ഏത് ജീവൻ കഴിഞ്ഞിട്ട്. സംഗതി മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. സർക്കാർ സംവിധാനങ്ങളുണ്ട്, കോടികളുടെ അസറ്റ് ഉണ്ട്, വരുമാനത്തിന്റെ മേഖലകൾ ഒരുപാടുണ്ട്. പക്ഷേ ഇതൊന്നുമില്ലാതെ ഒറ്റക്ക് നിന്ന് 615 പ്രാവശ്യം സമൂഹത്തിന് കോടിക്കണക്കിന് ആളുകൾക്ക് വരുമാനം മുടങ്ങാതെ കൊടുത്ത കമ്പനിയുടെ പേരാണ് MI Lifestyle. പരിചിതാ சொன்னது, മനസ്സിലായോ? സോ സീരിയസ്ലി ഇങ്ങനെ നോക്കുന്ന സമയത്ത് കമ്പനിയെ കുറിച്ച് അങ്ങനെ പറയുമ്പോൾ നിങ്ങളൊരു കമ്പനി ചൂസ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും ഫോളോയിങ് ഗവൺമെന്റ് ഗൈഡ് ലൈൻസ് വേണം. രജിസ്റ്റേർഡ് ഇൻ ട്രേഡ് യൂണിയനിൽ നിങ്ങൾ ഉണ്ടോ ഇല്ലെന്ന് ഉറപ്പിക്കണം. റീപർച്ചേസബിൾ പ്രൊഡക്റ്റ് ആണെന്ന് ഉറപ്പിക്കണം. ടെസ്റ്റഡ് ക്വാളിറ്റി ആൻഡ് യൂറോപ്യൻ സ്റ്റാൻഡർഡൈസിംഗ്. ഇതൊക്കെ വിശദീകരിക്കാൻ മുന്നേ മണിക്ക് കല്യാണങ്ങളോട് പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ലീഡർമാർക്ക് അറിയാം ഇതൊക്കെ സജീവ് സാറും ഇതൊക്കെ ആൾക്കാരെ നിങ്ങൾ മുതലാക്കുക. ആ പറഞ്ഞ ഓരോ വരിയും നിങ്ങളുടെ ലൈഫിനെ പ്രതിനിധാനം ചെയ്യുന്ന വരിയാണ്. പക്ഷെ പറഞ്ഞാൽ തീരാത്തത്ര ലോകമാണ്. അത് യൂറോപ്യൻ സ്റ്റാൻഡർഡൈസിംഗ് ഒക്കെ വലിയൊരു ഘടകം. നമ്മുടെ ഓരോ ഉൽപ്പന്നത്തിന്റെയും എഫിക്കസി, ആ ഉൽപ്പന്നത്തിന്റെ ആ ബ്രാൻഡിങ് സിസ്റ്റം, അതിന്റെ കുപ്പി, അതിന്റെ കളറ്, ആ കളറിന് കൊടുത്തിരിക്കുന്ന കുപ്പിയുടെ പ്ലാസ്റ്റിക്കിന്റെ അട്ടി, അതുവരെ പഠിച്ചിട്ട് ഞാൻ ഇത് ഇറങ്ങിയത്. മനസ്സിലായോ? പഠിച്ചിട്ട് ഇറങ്ങിയതല്ല, ഇറങ്ങിയതിനു ശേഷം പഠിച്ചിട്ടുണ്ട് നടത്തും. അത്രയും എഫിക്കസിയിൽ വേൾഡ് ക്ലാസ് ലെവലിലാണ് നമ്മുടെ പ്രൊഡക്റ്റിന്റെ സപ്ലൈ യൂണിറ്റ് നിൽക്കുന്നത്. ആക്ച്വലി ഇവിടെ അടുത്ത കാലത്ത് ഒരു കമ്പനിയുമായിട്ട് ഞാൻ ഫൈറ്റിന്റെ പൊടി പോലും കഴിഞ്ഞു ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത്. രസകരമായ സീനാണ്. എന്താണെന്ന് വെച്ചാല് ഞാനൊരു ഗസ്റ്റായിട്ട് പോയതായിരുന്നു MI Lifestyle പ്രോഗ്രാമിന്. ഇറങ്ങിയിട്ട് ഒരു പാർക്കിൽ ഇങ്ങനെ പോയ സമയത്ത് ഒരാൾ വന്നിട്ട് പരിചയപ്പെട്ട സമയത്ത് പറഞ്ഞു, സാറേ ഏതാ കമ്പനി? അപ്പൊ എന്റെ ഒപ്പം ഒരാളെ വന്നത്, അയാളെ കമ്പനി പറഞ്ഞു MI Life എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ഏതാ കമ്പനി, അയാളുടെ കമ്പനിയുടെ പേരും പറഞ്ഞു. ഈ കമ്പനിയുടെ പേര് പറഞ്ഞാൽ അയാൾക്ക് മോശം, അവിടെ പറയും. ലാസ്റ്റ് എന്ത് ചെയ്തു, ഞങ്ങളുടെ കമ്പനിയോ സാർ, ഞങ്ങളുടെ കമ്പനി. രണ്ടാമത്തെ തല്ലുവാണല്ലോ, തല്ലുമൂത്ത് ഞങ്ങളിവിടെ ഉള്ളത് നിങ്ങൾ ഇത് കൈക്കൊന്ന് കൊണ്ടുവരില്ല. ഞാൻ ഇവിടെ വേറെ ക്ലാസ്സിലാണ്, ടീമിനോട് ക്ലാസ്. അല്ല സാറേ ഇത് വേറെ ലെവൽ, ഇത് ലീഡറാണ്. ഓക്കെ ഞാൻ ചെയ്യുന്നു. ആ ലീഡറോട് സംസാരിച്ചു. ആ ലീഡർ തല്ല് തുടങ്ങി. ആ ലീഡർ വിളിച്ചു കണ്ടു വേറൊരു സാധനം വന്നത്. ഞാൻ തല്ല് തുടങ്ങിയ സമയം അയാൾ വന്ന് അടുത്ത വിളിച്ചു. അടുത്ത ലീഡർ വന്നു. അങ്ങനെ ഏകദേശം 5 ലീഡർമാരെത്തി. 5 നേരത്തെ നിർത്തി പറഞ്ഞു ഇവിടെ ഇരിക്കും നെറ്റ്വർക്ക് ഞാൻ പഠിപ്പിച്ചാലാണ് തലക്ക് നടന്നിങ്ങനെ പറഞ്ഞു നിങ്ങളൊക്കെയുള്ള സാധനം ഏതാ? മെയിൻ മോണോപ്പൊളി തേങ്ങാക്കൊല എന്ന് പറഞ്ഞ സാധനം എന്താ? ആന്റി ഓക്സിഡന്റ് ആണ്. ഇപ്പോൾ പോയി ആ ഇൻട്രസ്റ്റോട് പോയതാണ്. ഞാൻ പറഞ്ഞു കൊടുത്തു ആ സാധനത്തിന്റെ പ്രയാസങ്ങളെ കുറിച്ച്. ഞാൻ പറഞ്ഞു ആ സാധനം വാങ്ങി പൊട്ടിച്ചാൽ ആദ്യം അത് എന്ത് ചെയ്യണം, ഫ്രിഡ്ജിൽ വെക്കണം. അതൊരു നിയമമുണ്ട് ഇതിന്. കാരണം അത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാനുള്ള സുരക്ഷിതത്വം എവിടെയാണ്? ഫ്രിഡ്ജിൽ തന്നെ വരണം, ആണല്ലേ? അപ്പൊ നിങ്ങൾ പ്ലാൻ കൊടുക്കുമ്പോൾ ആദ്യം ഉപയോഗിക്കണം സലാംക്ക പേരിക്ക് ഫ്രിഡ്ജിണ്ടാവും, അല്ലെങ്കിൽ ജോയിന്റ് ഉണ്ടാവും. അതാണ് അതിന്റെ കമ്പനി. ഇപ്പൊ മനസ്സിലായോ? രണ്ടാമത്തെ കാര്യം, ഈ നിൽക്കുന്ന മനുഷ്യർക്ക് ആന്റി ഓക്സിഡന്റ് ഡെയിലി വേണ്ടതാണ്, ആണല്ലേ? ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഓക്സിഡേഷൻ പ്രോസസ് നടക്കും. എസോർണോ? സോ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ചോളം ഞാൻ യാത്ര ചെയ്യുന്ന ഒരു നല്ല ഹരിബറി മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കുപ്പി താങ്ങി നടക്കണം. മനസ്സിലായില്ല? വൈരഫേരണം ഇത് 2 സ്ലിപ്പ് എടുത്തിട്ട് അയ്യോ ബാഗിനുള്ളിൽ കിട്ടാൻ ഈ ബാഗിന്റെ അവതരണം ചിലപ്പോൾ ഉണ്ടാവും. ഞാൻ പോകുന്ന സമയത്തൊക്കെ 2 നല്ല സുഖല്ലേ? ആ 95 നിർത്താൻ 2 ഡെയിലി അത് ഫ്രഷാ. ഞാൻ ഫുള്ള് പറയില്ല, നിങ്ങൾ ഒഴിഞ്ഞു വരുള്ളൂ. പറയാൻ ലാസ്റ്റ് അവർ എന്നോട് ചോദിച്ചു നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചത്? പിന്നെ എന്നോട് സാധു ഞാൻ എന്റെ മോളെ കിട്ടിയിട്ട് ആ പലത്തിലാണ് പിന്നെ ചോദിക്കുന്നത്. ഞാൻ പഠിച്ചു വന്നില്ല, അടുത്ത ആഴ്ച ഞാൻ മലപ്പുറത്തിലാണ് പോയി, ബാക്കി ഞാൻ ഒന്നും പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇത് പറയാനുള്ള ചങ്കൂറ്റം ഒരു കമ്പനിക്കാരനേ ഉള്ളൂ, ദാറ്റ് ഈസ് MI Lifestyle. ഒരു സംശയങ്ങൾ കരുതണ്ട. ഈ കമ്പനിയുടെ അടുത്തൊന്ന് തട്ടിമുട്ടി നിൽക്കാനും 4 അലത്ത് നിൽക്കാനുള്ള ഒരു കമ്പനിയും ഇന്ത്യൻ മണ്ണിൽ ഇതുവരെ പിറന്നിട്ടില്ല മക്കളെ. ഐ ഗ്യാരണ്ടി. ഒരു സംശയങ്ങൾ കരുതണ്ട. സോ ഡിപ്പെൻഡബിൾ ലീഡർഷിപ്പ് ആണ് ഓൺ ഓഫീസസ് ഓൾ ഓവർ ദി ഏരിയ. ലോകത്ത് മുഴുവനും ഇന്നുണ്ട് സ്വന്തമായി ഓഫീസ് ഉണ്ട്. FDSA ഫെഡറേഷൻ ഡാൻസ് സെല്ലിംഗ് അസോസിയേഷൻ അപ്രൂവ്ഡ്, IDS ഇന്ത്യൻ ഡാൻസ് സെല്ലിംഗ് അസോസിയേഷൻ എല്ലാം സെറ്റാണ്. ഫ്യൂച്ചറിസ്റ്റിക് അപ്ഡേഷൻ ആൻഡ് ഹോളി വിഷൻ. ഫ്യൂച്ചറിസ്റ്റിക് അപ്ഡേഷൻ ഭയങ്കര സംഭവം നമ്മുടെ കമ്പനിയുടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട്. ഇപ്പൊ തന്നെ 1000 പ്രൊഡക്ട്സുകൾ വരുന്നു, ആണല്ലേ? മനുഷ്യർ എവിടേക്കാ പോകുന്നത്? ആൻഡ് അതിന്റെ അങ്ങേപ്പുറത്തെ ഹോളി വിഷൻ,
അദ്ദേഹത്തിന്റെ ഓളി വിഷൻ നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഇപ്പോൾ ഓർക്കുന്നത്, ഞാൻ കമ്പനി ജോയിൻ ചെയ്യുന്ന സമയത്ത് അവസാനം വരെയൊക്കെ അന്ന് ഒരു MI ഡിജി വേൾഡിന്റെ ലോഞ്ചിങ് പാഡിന്റെ ടീമായിരുന്നു. അന്നത് ഏകദേശം കൊറോണ ഒക്കെ കത്തി നിൽക്കുന്ന സമയം. അന്ന് അദ്ദേഹം പറഞ്ഞ ഒരു, നമ്മുടെ പ്രവീൺ ചന്ദ്രൻ സാർ പറഞ്ഞ ഒരു സ്പീച്ച് ഞങ്ങളെല്ലാവരും അന്ന്, ഇപ്പൊ നിങ്ങൾക്ക് സുന്ദരമായിട്ട് ക്ലാസ് കിട്ടുന്നത് നിങ്ങൾ ഭാഗ്യണത്. ഞങ്ങൾക്ക് ജോയിൻ സമയത്ത് ഒരു NDO കിട്ടണമെങ്കിൽ 2000 രൂപന്റെ എണ്ണി അടിച്ച് ഞങ്ങൾക്ക് ഇവിടെ പോകണം, ഇവിടെ എറണാകുളത്ത് പോകണം. എന്നിട്ട് അവിടെ പോയിട്ടും കയറിയിട്ടാൽ 2 മണിക്കൂർ NDO കഴിഞ്ഞിട്ട് ആ എനർജിയിൽ വേണം അടുത്ത ആഴ്ച വർക്ക് ചെയ്യാൻ. ഇപ്പൊ അതല്ല, അൽത്താഫ് സാറ് എവിടെയുള്ളത്? അൽത്താഫ് സാർ പാഞ്ഞു. അപ്പൊ ഇത് തന്നു ചാർജ്. ഇതാണ് നമ്മളെ വഴി. മനസ്സിലായോ? വിളിച്ചോട്ട് സാധനം കിട്ടിയതുകൊണ്ടാണ് നമ്മൾ നന്നാവാത്തത്. മനസ്സിലായോ? അപ്പൊ സീരിയസ്ലി ഞാൻ പറയുന്നത്, അന്ന് പ്രവീൺ ചന്ദ്രൻ സാർ ആ സ്ക്രീനിൽ പറഞ്ഞൊരു വരി ഉണ്ടായിരുന്നു. ഞാൻ മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. കാര്യം ഇതിന്റെ ഓപ്പറേഷനും കാര്യമായിട്ട് ബന്ധപ്പെട്ട് മുന്നിൽ തന്നെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നത്, ഖാലി ഹാത്ത് സേ ആയ ഖാലി ഹാത്ത് സേ ജാഊംഗ. തുറന്ന കൈ കൊണ്ട് വന്നവനാ ഞാൻ, തുറന്ന കൈ കൊണ്ട് തന്നെ ഞാൻ പോകും. മകൻ ജാനേസ് പെഹലെ അദ്ദേഹം പറഞ്ഞ വാക്കതാണ്. പക്ഷെ പോകുന്ന സമയത്ത് എനിക്കൊരാഗ്രഹമുള്ളൂ, ചുറ്റുകൂടിയ സമൂഹം മുഴുവനും തന്റെ കണ്ണീരിൽ നിന്ന് ഒരു ബാഷ്പാഞ്ജലിയെങ്കിലും പുറത്തിരിച്ചിട്ട് ചുണ്ടിൽ ഒരു പുഞ്ചിരിയും ഒരു പ്രാർത്ഥനയുമായിട്ട് ഈ നിൽക്കുന്ന മഹൽ മനീഷിയായിരുന്നു ഈ കണ്ട ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കി എന്ന് ആര് പറയുന്നുവോ അതാണ് പ്രവീൺ ചന്ദ്രന്റെ ഹോളി വിഷൻ എന്ന് പറയുന്ന വാക്ക് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി, ഈ മുതലൊരു സാധനമാണ്. അതാണ് വിഷൻ. ഇനിയോണ്ട് അദ്ദേഹം പറഞ്ഞ വരികൾ എപ്പോ പറയില്ല, ഒഞ്ഞുങ്ങൾ വേണ്ടി എപ്പോ പറഞ്ഞില്ല. സോ സീരിയസ്ലി, നോ എ സിംഗിൾ കംപ്ലൈന്റ് ഇൻ ദിസ് 600 വീക്സ്. ഈ 600 വീക്കിലും ഒരാൾക്കും എന്തില്ല, ഒരു കംപ്ലൈന്റ് ഇല്ല. കമ്പനി ഫിക്കി ഫെഡറേഷൻ, നമ്മുടെ ഫിക്കിയിൽ രജിസ്റ്റേർഡ് ആണ്. ഫിക്കി എന്ന് പറഞ്ഞാൽ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ MNC കമ്പനികളാണ്. റിലയൻസ് പോലെയുള്ള, അതേപോലെ തന്നെ നമ്മുടെ ടാറ്റ, ബിർള പോലെയുള്ള ഭീമൻ കോർപ്പറേറ്റുകൾക്ക് അംഗീകാരം കൊടുക്കുന്ന മെയിൻ, അല്ലെങ്കിൽ അതിൽ അവർക്കൊക്കെയാണ് ഇവിടെ രജിസ്ട്രേഷൻ ഉള്ളത്, ഫിക്കിയിൽ. ആ രജിസ്ട്രേഷൻ പോലും ആദ്യം വാങ്ങിയെടുത്ത ഇന്ത്യയിലെ കമ്പനിയാണ് MI ലൈഫ്സ്റ്റൈൽ. അതിന്റെ മറ്റുള്ള ലീഗാലിറ്റിയാണ്. സോ നമ്മുടെ മൂന്നാമത്തെ കാര്യം, ബിലീഫ് ഇൻ പ്രൊഡക്ട്സ്. അപ്പൊ ആദ്യം ആരിലേക്ക് വിശ്വസിക്കണം? നമ്മളെ വിശ്വസിക്കണം. മറ്റൊന്ന് കമ്പനി. വിശ്വാസം ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ. ഇത് കഴിഞ്ഞാൽ വേറെ ക്ലാസ് എഴുതി കഴിഞ്ഞാൽ ചൂരൽ കഷായം മാത്രമേ ഉള്ളൂ. ഈ ക്ലാസ് കഴിഞ്ഞാൽ അടിയൊരടി കൊറിയയിൽ കഴിഞ്ഞ് തന്നൊരു ക്ലാസ് കൊടുക്കരുത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വേറെ ഫീസ് വാങ്ങേണ്ടി, ഞങ്ങൾ ചെല്ലിനൊക്കെ ഫീസ് വാങ്ങേണ്ടി. അപ്പൊ ഞാൻ സീരിയസ്ലി പറയുന്നത്, പ്രൊഡക്ട്സിന്റെ വിശ്വാസം എന്തൊക്കെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. യൂസ് അവർ പ്രൊഡക്ട്സ്. ആദ്യത്തെ വിഷയം, നമുക്ക് വിശ്വാസം വേണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. മിനിമം ഒരു 5 പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്ന കഴിയുകയാണ്. പേസ്റ്റും സോപ്പും ഒഴിവാക്കിയിട്ട് 5 ആ കുറച്ചുകൂടെ കാര്യം. പേസ്റ്റും സോപ്പും ടോയ്ലറ്റ് കഴുകണം, ഫ്ലോർ കഴുകണം ഒക്കെ ഒഴിവാക്കിയിട്ട് 5 ഉപയോഗിക്കുന്നവര്. ഓക്കെ, 5 എലമെന്റ്സ് ഉപയോഗിക്കുന്നവര്. എലമെന്റ്സിന്റെ പ്രൊഡക്ട്സ് 5 ഓക്കെ ഉണ്ട്. 95 ഉപയോഗിച്ചവര്. ഓക്കെ, ഡയബാലൈഫ് ഉപയോഗിച്ചവര്. 2 ഡയബാലൈഫ്. ബാക്കിയൊന്നും പ്രമേഹത്തിന് സാധ്യതയില്ലല്ലോ. ശമ്പളം എങ്ങനെ പ്ലാൻ കൊടുക്കണം? പ്രമേഹം വരാതിരിക്കാനാണ്. നിങ്ങൾ കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് വരില്ല. നിങ്ങളോട് ആദ്യം ആരും ജിബിലിയിൽ വിളിച്ചു പറഞ്ഞിരുന്നു പറഞ്ഞിട്ട് ഞാൻ ബാക്കിയും പറഞ്ഞില്ല. ഞാൻ കഴിക്കാത്ത ഒരു സാധനമേ ഉള്ളൂ, വുമൺ കമ്പാനിയൻ. എനിക്ക് മെൻസസ് ഇപ്പൊ എന്തെങ്കിലും ഒരട്ടെ ഞാൻ കുടിച്ചാൽ ഒരുപെട്ട എന്റെ പെങ്ങൾ പറഞ്ഞു, എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു, തന്തങ്ങൾ മാണ്ടാത്ത പണിക്ക് നിങ്ങൾക്ക് എല്ലാം ടെസ്റ്റ്. കാരണം ഞാൻ എന്റെ കുട്ടിക്ക് കൊടുക്കുന്ന സാധനമില്ല. ഞാൻ 95 കൊടുക്കുമ്പോൾ എന്റെ 1.5 വയസ്സായ അമ്മയുടെ കുട്ടിക്ക് ഞാൻ കൊടുക്കും. കാരണം എന്താ, വെള്ളം നീട്ടിട്ട് കൊടുക്കും. ഞാൻ പറഞ്ഞു, ആ കൊടുക്കുന്ന ലൈസിനേക്കാൾ, ഇപ്പൊ മുലകുടിക്ക് നിന്നിട്ട് 2 വയസ്സായിക്കണം, പക്ഷെ ആ കൊടുക്കുന്ന ലൈസിനേക്കാളും കുറുക്കുറി മഞ്ചിനേക്കാളും നല്ലതല്ലേ നമ്മളെ കഫ്നിലും ഗൗരവപ്രാവശ്യം. അതിനും വേണ്ടി നമ്മളെ DB അനന്തനാരായണക്ക് ഞാൻ ഫോൺ ചെയ്യണം. ചില ആൾക്കാർ എനിക്ക് ചോദിച്ചിട്ട്, സാറേ 2 വയസ്സായ കുട്ടിക്ക് കഫ്നില് പറ്റുമോ? ഞാൻ തിരിച്ചു ചോദിക്കും, കുട്ടി ലൈസ് തിന്നോ? എന്നാ എന്റെ കുട്ടിക്ക് പറ്റുമോ? അതാ ഞാൻ പറയാം. അതന്നെ അതിന്റെ ഉത്തരം അല്ലെ? വേറെ ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ടാ. ലൈസ് തിന്നതിന് ഒരു ഉസ്താദിനോടും ചോദിച്ചണ്ട. മനസ്സിലായില്ല? മഞ്ച് കുത്തി കേട്ടണെങ്കിൽ ഒരാളോടും ചോദിച്ചണ്ട. ഈ ബർത്ത്ഡേ കേക്ക് ഉള്ള സമയത്താണ് നേരത്തെ ഏറ്റവും ഡേഞ്ചർ ക്രീമിന് എന്താ പറയാ, വിപ്പിംഗ് ക്രീമാണ്. അതൊക്കെ കുട്ടിനെ സീലടിച്ചു കൊടുക്കും. അതൊന്നും ചോദിച്ചണ്ട. ഒരു ഇത്തിരി കഫ്നീല് കൊടുക്കണമെങ്കിൽ ഔദ്യോഗിക സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇസ്മായിൽ സാർ മറുപടി ശരിയല്ല, അൽത്താഫ് സാർ വിളിക്കട്ടെ, മനോജ് സാറെ വിളിക്കട്ടെ, നിങ്ങൾ കൊടുക്കണ്ട. മനസ്സിലായോ? ഇതൊക്കെയാണ് നമ്മുടെ അറിവില്ലായ്മ. സ്വർണം അപ്പൊ ഏകദേശം തീരുമാനിക്കണം ചിലവർക്ക്. ഞാൻ പറയണത്, പ്രൊഡക്ട്സ് ഉപയോഗിക്കണം നിർബന്ധമായിട്ടും. ദൈവത്തിന്റെ കയ്യൊപ്പ് ശാഖ്യ പ്രൊഡക്ട്സ് അല്ലെ? ഏതെങ്കിലും പ്രൊഡക്റ്റ് കൊടുത്തോ ഉപയോഗിച്ചോ റിസൾട്ട് കിട്ടിയ കൈ പിടിക്കണം. ഇതിനേക്കാൾ തെളിവ് എന്ത് വേണം? കമ്പനിയിൽ നിന്ന് ബിസിനസ് നിർത്തി ഗൾഫിലേക്ക് പോയവരാവട്ടെ, മറ്റു ജോലിക്ക് കടന്നവരാവട്ടെ, അവര് പേസ്റ്റ് മാറ്റിയിട്ടില്ല. മൈലേക്കിന്റെ പേസ്റ്റ്. അതാണ് നമ്മുടെ കമ്പനിയുടെ പവർ. കമ്പനി ഇല്ലെങ്കിലും ഉൽപ്പന്നം വേണമെന്ന് ഏത് കമ്പനിക്ക് പറയാൻ ഒക്കുമോ? ദാറ്റ് ഈസ് പവർ ഓഫ് MI ലൈഫ്സ്റ്റൈൽ. ആ പ്രൊഡക്റ്റ് ഉള്ള കമ്പനിയുടെ പേരാണ് MI ലൈഫ്സ്റ്റൈൽ. തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല. അതാണ് നമ്മളുടെ പവർ. സോ സീരിയസ്ലി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ദ ഗ്രേറ്റ് കമ്പനീസ് ആർ ബിൽഡ് ഓൺ ഗ്രേറ്റ് പ്രൊഡക്ട്സ്.
മിസ്റ്റർ എലൻ മസ്ക്. ഇയാൾ അറിയുന്നത് എലൻ മസ്കിനെ അറിയുന്ന ഉപയോഗിക്കാൻ കുഴപ്പമില്ല. നീ കുറച്ച് ഞാൻ അറിഞ്ഞോളൂ, എന്നെ അടുപ്പിച്ച് വിളിച്ചാൽ മതി. ഞാൻ ഏത് ക്ലാസ് എടുത്താലും ഈ പഹര ഞാൻ ഒന്നുകൂടെ കാണിച്ചു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മുതലാണ്. ഞാൻ അൽപ്പിരി യൂസ് അല്ല, ഫുൾ പിരി യൂസ് ആണ്. നമ്മൾ അൽപ്പിരിയാണ്. നമ്മളെന്താണ് സാധാ കോട്ടനാണ്, ഇത് കരിങ്കോട്ടനാണ്, അച്ചഭിനാഥനാണ്. അറിയില്ലേ, ലെവല് വേറെ. അദ്ദേഹത്തോട് പറഞ്ഞതാ സ്പേസ് എക്സിന്റെ ലോഞ്ചിങ്ങിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞു ഇത് നമ്മുടെ എന്താ പറയാ എക്കോണമിയിൽ തെറ്റാണ്, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയാ ഫിസിക്സിൽ തെറ്റാണ്, കെമിസ്ട്രിയിൽ തെറ്റാണ്. ഒരു സാധനം സ്ട്രാറ്റോസ്ഫിയർ മിസോസ്ഫിയർ ഇന്നാലെ ഫിയർ കഴിഞ്ഞാൽ പിന്നെ തിരിച്ചങ്ങോട്ട് പോയാൽ തിരിച്ചു വരാൻ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ച് നാസയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ്? സാറേ, ഈ ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ കുറച്ച് മനുഷ്യന്മാരുണ്ടാക്കി തന്നെയല്ലേ, പട്ടുണ്ടാക്കിയൊന്നുമല്ലോ. അവർക്ക് അത് അറിയാതെ പോയി. ഞാനൊരു മനുഷ്യനല്ലേ, ഞാൻ അവർക്കത് പറയാൻ വൈകിട്ടാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു സംഭാവന കൊടുക്കട്ടെ. ഏത് ഈ പോയ സാധനം ശൂന്യാകാശം കഴിഞ്ഞ് തിരിച്ച് അതേ ലോഞ്ച് പാഡിൽ വരാനുള്ള സയൻസ് ഉണ്ടാക്കിയ മനുഷ്യനല്ല. ഇതിനൊക്കെ അരപ്പിരി എന്ന് പറഞ്ഞാൽ മതിയുള്ളൂ. ഇയാളെ കഥ ഫുള്ളുണ്ട്. ഞാൻ ഏത് ട്രെയിനിൽ എടുത്താലും ഒരു 15 മിനിറ്റ് ഇയാൾക്ക് ഞാൻ എന്റെ സെക്ഷനിൽ കൊടുക്കാറുണ്ട്. മനസ്സിലായോ? ഒരു വലിയ മനുഷ്യനാണ്. കാര്യം സീരിയസ്ലി ഇദ്ദേഹം, ഞാൻ പറയാം ഇദ്ദേഹം മാത്രമല്ല, പറഞ്ഞ വാക്ക് ഇതാണ്, ലോകത്ത് വിജയിച്ച കമ്പനികൾക്കൊക്കെ എന്തുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ പ്രൊഡക്ട്സ് കൂടി ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ കമ്പനി വിജയിക്കാൻ ഏറ്റവും വലിയ സാധ്യത ഏത് തന്നെയാണ്? നമ്മുടെ പ്രൊഡക്ട്സ് തന്നെയാണ്. അത് യൂസഫ് അലിയുടെ ഡോറ് കൊട്ടിയും നിങ്ങൾക്ക് കൊടുക്കുക, അംബാനിയുടെ കഥക കൊട്ടിയും നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരേ ഒരു സാധനമേ ഉള്ളൂ, പ്രോട്ടീൻ പൗഡർ ആയിട്ട് ഇന്ന് കമ്പനിയുടെ ഔദ്യോഗിക ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് സാധനം അത് കൊടുക്കാൻ ഒരു കമ്പനിക്കാരനെ പറ്റൂ. ദാറ്റ് ഈസ് മൈ ലൈഫ് സ്റ്റൈൽ. നമുക്കേ പറ്റുന്നത്. അതുകൊണ്ട് ഏതാളെ ഡോർ കൊട്ടിയും ആർക്കും നമ്മളെ പ്രൊഡക്റ്റ് അയാൾക്ക് കൊടുക്കാൻ പറ്റും. ഇതര കമ്പനികൾ ബാധ്യമല്ല എന്ന് മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ട്സിനാണ് 2018 തൊട്ട് 24 വരെ ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് കൊടുത്തത്. ആ അവാർഡ് കമ്മിറ്റിയുടെ സാധനമൊക്കെ പിന്നെ കാണിക്കാം. എന്ന് മാത്രമല്ല, നമ്മുടെ അഭിമാനമായ ഹർഗർ ഹർദീൻ ആയുർവേദ എന്ന് പറയുന്ന ഒരു മഹത്തായ പ്രോജക്ട് ജീവിതത്തിലേക്ക് അങ്ങോട്ട് ആയുർവേദത്തിന് അനന്ത സാധ്യതയാണ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വണ്, നമ്മൾ ഈ പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുക, വിൽക്കുക, പ്രീമിയം കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുക. അതിന്റെ കൂടെ പ്രൊഡക്റ്റ് അല്ല നമ്മൾ വിൽക്കുന്നത്. എന്താണ് വായിച്ചാണി? ഡയറക്റ്റ് സെല്ലിംഗ് ഈസ് നോട്ട് അബൌട്ട് സെല്ലിംഗ്. പിന്നെന്താണ്? എന്താ സാധനം നമ്മൾ കൊടുക്കുന്നത്? സോപ്പല്ല, പിന്നെന്താ? സ്കോപ്പാണ്. ഏതാ വെക്കുന്നത്? സോപ്പല്ല വെക്കുന്നത്. ഏതാ വെക്കുന്നത്? സ്കോപ്പാണ് അല്ലേ? 95 എന്താ ഉള്ളത്? 9 ലക്ഷം ഒരാൾക്ക് വാല്യൂ അല്ല, ഒരാൾക്ക് വാല്യൂ ആണ്. ഏതാ സാധനം കൊടുക്കുന്നത്? സാധനം മനസ്സിലായില്ലേ? 95 ഉള്ളത് എന്തല്ല? 9 ലക്ഷം. പിന്നെന്താ ഉള്ളത്? ഒരാൾക്ക് വാല്യൂ കൊടുക്കണം. ഒരാൾക്ക് വാല്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന സാധനം അത് വെറും ഒരാൾക്ക് വാല്യൂ വെക്കരുത്. ആ സത്യത്തെ നിങ്ങൾ തിരിച്ചറിയണം. നമ്മളെ ഓരോ പ്രൊഡക്ട്സും ഒരു സാധ്യതയാണ്. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെല്ലാനുള്ള ഒരു ഓപ്പണിംഗ് പോയിന്റ് മാത്രമായത് പേസ്റ്റും സോപ്പും സാധനമൊക്കെ. നിങ്ങൾ വിൽക്കേണ്ടത് എന്തിനെയാണ്? സാധ്യതകളെ വിൽക്കണം, പ്രൊഡക്റ്റ് മാത്രം വിൽക്കരുത്. എപ്പോഴും മനസ്സിലാക്കുക, ദിസ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ദാറ്റ് ഈസ് ദാറ്റ് സെല്ലിംഗ് ഈസ് നോട്ട് അബൌട്ട് സെല്ലിംഗ് പ്രൊഡക്ട്സ്, ഇറ്റ് ഈസ് ഓൾ അബൌട്ട് സെല്ലിംഗ് പോസിബിലിറ്റീസ്. ഇത് ജോർദൻ ആറ്റലിന്റെ വാക്കാണ്, ബിസിനസ് പ്രൊഫഷണലിന്റെ വാക്കാണ്. സോ നിങ്ങൾ ശരിക്കും ഡയറക്റ്റ് സെല്ലിംഗ് ഈസ് ബെറ്റർ ദാൻ എനി ഗ്രാജുവേറ്റ് ഡിഗ്രി വെൻ ഇറ്റ് കംസ് ടു ഡെവലപ്പിംഗ് സ്കിൽസ് ഫോർ സക്സസ്. വിജയത്തിന് വേണ്ടി മനുഷ്യരാശിയുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ഡിഗ്രി പഠിക്കുന്നവനേക്കാൾ മേലെയാണ് അത്രേ ഒരു ഡയറക്റ്റ് സെല്ലർ എന്ന് ഞാനല്ല പറയുന്നത്. ജിം റോൺ എന്ന് പറയുന്ന എന്റർപ്രണർ മോദം പറയുന്ന ഒരു വാക്കാണ്. ഇന്ന് ലോകത്തിൽ ഡിഗ്രിയേക്കാൾ മുകളിലാണ് ഇതത്രേ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. എന്ന് മാത്രമല്ല, ദ ബ്യൂട്ടി ഓഫ് ഡയറക്റ്റ് സെല്ലിംഗ് ഈസ് ദാറ്റ് ഇറ്റ് ടീച്ചസ് യു ടു ക്ലോസ് യുവർ ഓൺ ഡീൽസ്. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം എങ്ങനെ മെച്ചപ്പെടുത്താം, നിങ്ങളുടെ സെയിൽസ് എങ്ങനെ ഡീല് ക്ലോസിംഗ് നടത്താം എന്ന് നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കലയുടെ യൂണിവേഴ്സിറ്റിയാണ് ഏത്? ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഡയറക്റ്റ് സെല്ലിംഗ് ഓഫേഴ്സ് വാട്ട് പീപ്പിൾ നീഡ്സ് മോർ ദാൻ എ ചാൻസ് ടു കൺട്രോൾ ഓവർ ദെയർ ലിസ്റ്റ്. സ്വന്തം ജീവിതം എങ്ങനെ കൊണ്ടുപോകണമെന്ന് പഠിപ്പിക്കുന്ന ഒരു മഹാപ്രതിഭാസമാണ് ഇത് ഡയറക്റ്റ് സെല്ലിംഗ്. ദ പേഴ്സൺ ഹു ടോക്സ് ദ മോസ്റ്റ് പീപ്പിൾ വിൽസ് സെയിൽസ്. അതായത് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മീറ്റ് മോർ പീപ്പിൾ. ഇയാൾ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, സീ മോർ പീപ്പിൾ അല്ലേ, മീറ്റ് മോർ പീപ്പിൾ പറഞ്ഞില്ലേ? ആ വലിയൊരു സയൻസ് ആയിട്ട് അവത്തുണ്ട്. സാറോട് ചോദിച്ചു നോക്കാൻ, ഞാൻ പുസ്തകം വായിച്ച ആളാണ്. വേറെ ആരെങ്കിലും പുസ്തകം വായിക്കണോ? സാറ് പുസ്തകത്തിന്റെ പേര് ഹ്യൂസ്റ്റൺ ആർ ദി ആൻസേഴ്സ്. ചോദ്യങ്ങൾ തന്നെയാണ് ഉത്തരങ്ങൾ, ചോദ്യം തന്നെയാണ് ഉത്തരം. ഭയങ്കര രസമല്ല ആ പേരിന് അല്ലെ? ചോദ്യം നമ്മൾ കേട്ടതാണ്, ചോദ്യം വേറെ ഉത്തരം വേറെ എന്നല്ല. അല്ല, ചോദ്യം തന്നെയാണ് ഉത്തരം. ഈ ചോദ്യം മനസ്സിലായി എനിക്ക് എന്ത് തിരിയുള്ളൂ? ഉത്തരം തിരിയുള്ളൂ അല്ലെ? സീരിയസ്ലി നിങ്ങൾ ആവശ്യം നല്ല അടിപൊളി പുസ്തകമാണ്. അതിൽ ഓരോ വരികളും വചനങ്ങളും ഒക്കെയാണ്. എന്ന് മാത്രമല്ല, ബിലീഫ്. അടുത്ത ബിലീഫ് വേണ്ടത് ഇതിലാണ്. പ്രൊഡക്ട്സ് കഴിഞ്ഞു, സിസ്റ്റത്തിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം, ലീഡേഴ്സിൽ വിശ്വാസം വേണം, ടീമിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം. ഏതൊക്കെ സാധനങ്ങളിൽ വിശ്വാസം? സിസ്റ്റം. നമ്മുടെ സിസ്റ്റം ഏതാ?
സക്സസ് ബ്രേക്ക് ഗ്ലോബൽ നല്ലൊരു കൈഡി കൊടുക്കുക ആ സിസ്റ്റത്തിന്. ലീഡേഴ്സ്, നമ്മളെ വന്നിരിക്കുന്ന മുഴുവൻ മുകളിലെ ലീഡേഴ്സും ആരും നിങ്ങളെ തോൽപ്പിക്കാനല്ല. നിങ്ങൾ 100% വിശ്വസിക്കേണ്ട സാധനമാണ്. നിങ്ങളെ തോൽപ്പിക്കാൻ ഒരു ലീഡറും തീരുമാനിച്ചിട്ടില്ല. നമുക്ക് വെറുതെ തോന്നല, നമ്മളുടെ ചില തെറ്റിദ്ധാരണകളാണ് അല്ലെ. നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ശത്രു തന്നെയാണ്, ആണോ അല്ലെ? ഈ അമ്മായിമ്മ മരുള്ള ഫൈറ്റ് ഏറ്റവും വലുതാണ് തെറ്റിദ്ധാരണയുടെ പുറത്താണ് അല്ലെ. മരുവൾ കയറുമ്പോ തന്നെ ആദ്യമേ കേട്ട കഥ അമ്മായിമ്മമാരൊരു ഭീകര ജന്തുവാണ്. അമ്മായിമ്മ കേട്ടതോ മരുവൾ ദേഷ്യം പിടിച്ചാൽ തലക്കടിച്ച് ചിലപ്പോൾ ചിലവ് കൊണ്ട് പൂസാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ കേട്ടിട്ടാണ് അമ്മായിമ്മ ഡോറൊക്കെ കുറ്റിയിട്ട് കിടക്കുന്നത്. മരുവള ഭാഗത്തിന് CC ക്യാമറ വെക്കും, അഥവാ സാധനം വരേണ്ട കാര്യം. ഇങ്ങനെയൊക്കെ ഒരു ധാരണയിൽ നിൽക്കുകയാണ്, ആണോ അല്ലേ? ഇതൊരു ഇന്ത്യ പാക് മഴയാണ് ഇത്. ഇതൊന്ന് മാറിയാൽ ഞാൻ എന്ന അമ്മായിമ്മ ഒരു നാൾ ഇവിടെ മരുമകളായി വന്നവളാണ്. അതുകൊണ്ട് എനിക്ക് ഇനി അധിക കാലം ഇവിടെ ജീവിക്കാനില്ല. ഉള്ള സമയം സ്നേഹത്തോടെ ജീവിക്കാൻ മരുമകളെ മകളായി ഞാൻ കാണുന്ന ആര് വിചാരിച്ചാൽ ഈ പ്രശ്നം തീരും? അമ്മായി വിചാരിച്ചാൽ മതി. നേരെ ഓപ്പോസിറ്റ്. എന്റെ ഉമ്മാക്ക് പകരം കിട്ടിയ ഉമ്മയാണ് ഇത്. ഇതെന്റെ അമ്മായിമ്മയല്ല, ഇതെന്റെ സ്വന്തം ഉമ്മയാണ്. ഞാൻ ഇന്നീ കൊടുക്കുന്ന സ്നേഹം ഫുള്ള് എന്റെ വീട്ടിലൊരു മരുമകൾ കയറി വരുമ്പോ ആ മരുമകൾ എന്റെ ഉമ്മക്ക് കൊടുക്കണമെങ്കിൽ ഇവിടുത്തെ അമ്മക്ക് ഞാൻ ഇവിടെ കൊടുക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു മരുമകൾ വന്ന ഈ പ്രശ്നം തീരും. ഇല്ലെങ്കിൽ തീരുമോ? ഈ തെറ്റിദ്ധാരണ തീർന്നില്ലെങ്കിൽ ഈ സാധനം ഒന്നും തീരൂല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ലീഡറെയും ടീമിനെയും നല്ല ലെവലിൽ വിശ്വസിച്ചാൽ ഈ പ്രശ്നം തീരും. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? അതുകൊണ്ട് നിർബന്ധമായിട്ടും ബിലീവ് ഇൻ യുവർ ലീഡേഴ്സ് ആൻഡ് ടീം. എല്ലാം റെഡിയാകും ഒരു നാൾ. നമ്മുടെ അഭിമാനമായ സക്സസ് ബ്രേക്ക് ഗ്ലോബൽ നല്ലൊരു കൈയ്യടി കൊടുക്കാം. വിഷൻ ടുഗദർ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒത്തൊരുമിച്ച് നാളേക്ക് പറക്കാനുള്ള ഒരു വലിയ പ്രതിഭാസമാണ്. എന്ന് മാത്രമല്ല നമ്മുടെ സിസ്റ്റം ഉണ്ടാക്കിയെടുത്തൊരു പുതിയ ഒരു ബ്യൂട്ടിഫുൾ യുണീക്നെസ് ആണ് റീഗ പ്രോജക്ട്. നല്ലൊരു കൈയ്യടി കൊടുക്കാം നമ്മുടെ റീഗ പ്രോജക്ടിന് വേണ്ടിയിട്ട്. എന്ന് മാത്രമല്ല നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ടത് അടുത്ത സാധനമാണ് നമ്മുടെ സ്ക്രീനിൽ ഉണ്ടായിരുന്ന സാധനം റിക്രൂട്ടിംഗ്. ഓക്കെ ആണോ? ഓരോ സബ്ജക്റ്റ് നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ടോ? എന്താ റിക്രൂട്ടിംഗ് എന്ന് പറഞ്ഞാല്? എന്താണ്? ആൾക്കാരെ ഇതിലേക്ക് സ്വീകരിക്കുക അല്ലെ. റിക്രൂട്ടിംഗ് ഏജന്റ് ആയി നിൽക്കുന്ന സമയത്ത് കണ്ടില്ലേ റിക്രൂട്ടിങ്ങിന്റെ സ്റ്റൈല് കണ്ടത്? കുറെ ആൾക്കാരെ ടീമിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഒരാളെ നിർത്തലക്ക് എടുക്കുന്നു. വേറെ പറഞ്ഞത് ആ സാധനങ്ങൾ ഇവിടെ കണ്ടില്ല നിങ്ങള്. റിക്രൂട്ടിംഗ് തന്നിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. ആ ചിത്രത്തിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പൊ തമാശകളുടെ ചിത്രമല്ല. എന്തിനാണ് റിക്രൂട്ടിംഗ്? ഇറ്റ് അസിസ്റ്റ് ഓർഗനൈസേഷൻ ബൈ ഐഡന്റിഫൈങ് ദ നീഡ് ഓഫ് റിക്രൂട്ട്മെന്റ് ഓഫ് ജോബ്സ് ആൻഡ് ലെസൺസ് പീപ്പിൾ ആൻഡ് മനസ്സിലായോ? നമ്മളെ വായിക്കുന്നില്ല, ഇവിടെ വായിക്കില്ലേ? ഞാൻ വളരെ സ്ലോയിലാണ് വായിക്കുന്നത്, മനസ്സിലായോ? ഓക്കെ. അതായത് നമ്മുടെ ഓർഗനൈസേഷന്റെ യഥാർത്ഥ നീഡിനെയും റിക്വയർമെന്റിനെയും നമുക്ക് മനസ്സിലാക്കാൻ ഉപയോഗപ്പെടുത്തുന്നത് റിക്രൂട്ടിംഗ് നമ്മൾ നടത്തിയതാണ്. നിങ്ങൾ കണ്ണി കണ്ട ആൾക്കാരൊക്കെ റിക്രൂട്ട് ചെയ്യും. ഞാൻ മൊത്തത്തിൽ അതിന്റെ ആശയം പറഞ്ഞുതരാം. വായിച്ചു നിന്നാൽ വലിയൊരു പഠന റിപ്പോർട്ടാണ് അതൊക്കെ. നിങ്ങൾക്ക് വേണ്ടി ഉറപ്പുവെച്ചതാണ് അതൊക്കെ. To gather a large number of the job candidates at a low cost, it has the only successful long-term approach increase the value of the company and the individuals. Okay. അപ്പൊ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 100,000 ആശയങ്ങളും 100,000 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ സുലഭമായി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൂടുതൽ ആൾ വേണം. കൂടുതൽ ആളുണ്ടായാൽ എന്ത് പറ്റും? കുറഞ്ഞ ടൈം കൊണ്ട് കാര്യം സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞത്, നമുക്ക് വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ എന്ത് വേണം? വലിയ ടീം വേണം. ക്ലിയർ ആണോ? ദാറ്റ് ഈസ് സെക്കൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ്. മൂന്നാമത്തെ ഒന്നെന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ കമ്പനിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. കാരണം ആളുകളുടെ എണ്ണം കൂടുമ്പോൾ സക്സസിന്റെ എണ്ണം കൂടുമില്ലേ? ഇപ്പൊ എന്റെ കൂടെ 1000 ആളുണ്ടാകുമ്പോൾ 1000 TCക്ക് സാധ്യതയുണ്ട്. അല്ലാതെ എന്റെ കൂടെ 1000 ആളുണ്ടാകുന്ന സമയത്ത് 10,000 TCക്ക് സാധ്യതയുണ്ടോ? ഇല്ല. അപ്പൊ എന്റെ കമ്പനിയുടെ വാല്യൂ, ക്രെഡിബിലിറ്റി, സക്സസ് ഒക്കെ കൂട്ടാനും എന്റെ കൂടെ ആള് കൂടിയേ മതിയാവൂ എന്നതാണ് ആ സയൻസ് മുഴുവൻ പറയുന്നത്. മറ്റൊരു ആശയത്തിൽ പറഞ്ഞാൽ ഇമ്പോർട്ടൻസ് ഓഫ് റിക്രൂട്ട്മെന്റ് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടില്ലേ, ഓരോരുത്തർ ഓരോ ഡോർ കൂടി കടന്നു വരുന്ന സമയത്ത് അവനെ ഫിൽട്ടർ ചെയ്തിട്ട് നമ്മളിലേക്ക് സ്വീകരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം പ്രൊവൈഡ്സ് ഓർഗനൈസേഷൻ വിത്ത് എ പൂൾ ഓഫ് ക്വാളിഫൈഡ് കാൻഡിഡേറ്റ്സ്. നമുക്കൊരു ക്വാളിഫൈഡ് ആയിരിക്കുന്ന കാൻഡിഡേറ്റിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരുപാട് ആൾക്കാർ വേണം, ആണോ അല്ലേ? ഉദാഹരണമായിട്ട് എന്റെ കമ്പനിയിലേക്ക് ഇന്റർവ്യൂ ചെയ്യേണ്ടുന്ന ആൾക്കാർ 10 ആള്. ഞാൻ ഇന്റർവ്യൂക്ക് വിളിച്ചപ്പോൾ ഈ ഒന്നാമത്തെ സോഫ ആൾക്കാർ വന്നു. എത്ര ആൾക്കാരുണ്ട്? 6 ആൾക്കാർ. എന്റെ കമ്പനിക്ക് വേണ്ടത് 10 ആള്. ഞാൻ ഇത് ഇന്റർവ്യൂ ചെയ്തിട്ട് എത്ര ആൾ ഒഴിവാക്കും? എനിക്ക് വേണ്ടത് 10 ആള്, ആകെ വന്നത് 6 ആള്. ഞാൻ ആരും ഒഴിവാക്കല്? 4 ആളെ പുറത്തുനിന്ന് ഇഞ്ഞു കൊടുക്കണം, ആണോ അല്ലേ? പക്ഷെ എന്റെ കമ്പനിക്ക് വേണ്ടത് 10 ആള്, പക്ഷെ വന്നത് 60 ആളാണെങ്കിൽ എനിക്ക് എത്ര ഫിൽട്ടർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? 50 മാറ്റിട്ട് പുറത്ത് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ കമ്പനിയുടെ ക്രെഡിബിലിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ ആളുടെ എണ്ണം കൂടിയാൽ നല്ല സാധനം തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ, ആണോ അല്ലേ? നിങ്ങൾക്ക് 4 ഗ്ലാസ് ജ്യൂസ് വേണമെന്നുണ്ടെങ്കിൽ
മിനിമം ചിലപ്പം 1/2 കിലോ മുന്തിരി വേണ്ടി വരും. മനസ്സിലായോ? എന്നാലും അയച്ചിട്ട് കുറച്ച് സാധനം അവിടെ കളയാൻ പറ്റുള്ളൂ. തിരിഞ്ഞോ? ആണോ അല്ലേ? നേരെ